ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ ഹൈസ. മേക്കടമ്പ് മേരാ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജനസൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു. വാളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP എബ്രഹാം സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റക്കെട്ടായി സാമൂഹ്യ തിന്മകൾക്കെതിരെയും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയും ആക്രമണ സ്വഭാവത്തിനെതിരെയും ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേക്കടമ്പ് ആസ്ഥാനമായി പ്രവർത്തിച്ചുവരുന്ന മേരാ നഗർ എന്ന മേക്കടമ്പ് ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജനസൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചത്. വാളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP എബ്രഹാം ജനസൗഹൃദ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മളുടെ യുവാക്കളുടെയും കുട്ടികളുടെയും എല്ലാം ഇടയിൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന അമിതമായ ലഹരിയുടെ ഉപഭോഗവും മയക്കുമരുന്നിൻ്റെ ഉപഭോഗവും ഒക്കെ തന്നെയാണെന്നുള്ളതിന് സംശയമില്ല. നമ്മളിപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം പേപ്പർ അല്ലെങ്കിൽ TV ഒന്നും നമുക്ക് നമ്മുടെ മക്കളുടെ കൂടെ ഇരുന്ന് കാണുവാൻ ഭയപ്പാടുണ്ടാക്കുന്ന ഒരവസ്ഥ. തീർച്ചയായിട്ടും അത് അതിഭീകരമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മകൻ അമ്മയെ കൊല്ലുന്നു, സഹോദരനെ കൊല്ലുന്നു, സഹോദരിയെ കൊല്ലുന്നു. വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ സുഹൃത്തുക്കളെ പ്ലാൻ ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി മർഡർ ചെയ്യുന്നു. കാരണം മനുഷ്യത്വത്തിന് യാതൊരു വിലയുമില്ലാത്ത ഒരു കാലഘട്ടം. സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ മേരാ നഗർ റെസിഡൻസ് അസോസിയേഷന് പുറമെ സമീപ പ്രദേശങ്ങളിലെ റെസിഡൻസ് അസോസിയേഷനുകളായ വയലോരം, റോയൽ നഗർ, ഗ്രീൻലാൻഡ് എന്നീ അസോസിയേഷനുകളും NSS, കുടുംബശ്രീ യൂണിറ്റുകൾ, അംഗൻവാടി, ആശാവർക്കർമാർ, അധ്യാപകർ എന്നിവരും ഈ ഉദ്യമത്തിനൊപ്പമുണ്ട്. അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രണ്ടാമത്തെ ജനസൗഹൃദ സദസ്സാണ് നടന്നത്. വരും ദിവസങ്ങളിലും പോലീസും ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഉൾപ്പെടെയുള്ളവരെ അണിനിരത്തി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി തുടർ ക്ലാസുകൾ സംഘടിപ്പിക്കും. പരിപാടിയിൽ മേരാ നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജിൻജു ജോൺ അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ PRO SI CB അച്യുതൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം എല്ലാവരും തൊഴിൽ ചെയ്യാനും മാന്യമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കാനും കുട്ടികളെ വളർത്താനും നല്ല രീതിയിൽ പഠനം നടത്തിക്കാനും പഠനം കൊടുക്കാനും താല്പര്യപ്പെട്ട് പോകുന്ന ആളുകളാണ്. മദ്യവും മയക്കുമരുന്നും അവരെ വേട്ടയാടിയാൽ അവരുടെ കുടുംബത്തിൻ്റെ അടിത്തറ പൊളിയുന്നു. ആ അടിത്തറ പൊളിഞ്ഞാൽ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാത്ത ദിവസങ്ങൾ സമ്മാനിക്കുന്നു. കൂടാതെ തന്നെ കേസുകൾ വരുന്നു, പിന്നെ സമാധാനക്കുറവ് വരുന്നു, അച്ഛനും അമ്മയും തമ്മിലുള്ള ഐക്യമില്ലായ്മ കുട്ടികളെ ബാധിക്കുന്നു, കുട്ടികൾ കാണിക്കുന്ന വിക്രിയയിൽ വയസ്സുകാർക്ക് അച്ഛനെയും അമ്മയും ബാധിക്കുന്നു, സമൂഹത്തെ ബാധിക്കുന്നു. അപ്പോൾ കുടുംബങ്ങളിൽ തുടങ്ങണമെന്ന് എല്ലാവരും പറയുമ്പോൾ കുടുംബങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരാനുണ്ട്. സ്വർണം കിട്ടിയില്ല, പണം കിട്ടിയില്ല, വസ്തു കിട്ടിയില്ല എന്ന് പറഞ്ഞ് അമ്മായിമ്മനും വെള്ളം വയ്ക്കുകയല്ല വേണ്ടത്. പണത്തിനപ്പുറത്തൊരു ഐക്യം വീടുകളിൽ ഉണ്ടാക്കേണ്ടത്. കുട്ടികളും അച്ഛനും അമ്മയും അല്ലെങ്കിലുള്ള അങ്ങനെ തരത്തിലുള്ള ഐക്യം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ. താലൂക്ക് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ജോസുകുട്ടി J ഒഴികയിൽ സൗഹൃദ സദസ്സിന്റെ പ്രവർത്തനത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രജി PT, ജമന്തി മദനൻ, ഗ്രീൻലാൻഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബു TA, അധ്യാപകനായ ഹരിഹരൻ TC, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം മദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.